മാസത്തിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, കർഷകരും ഞാനും എന്നുള്ളൊരു വീഡിയോ അടിപൊളിയായിട്ട് ഓടി. എന്തായാലും ഞാറ് നട്ട് 120 ദിവസം കഴിയുമ്പോൾ ദേ കൊയ്യുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും സാധിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാന്ന്. ദേ ഞാറ് അറുത്തെടുക്കുകയാണ്, അതായത് നെല്ല് കേട്ടോ, നെൽകൃഷി നെല്ല് വിളഞ്ഞിട്ടുണ്ട്. ഇത് അറുത്ത് വെക്കുന്നത്. ഇത് വ്യാപാരി വന്ന് എടുത്തോണ്ട് പോവോ? ആണോ? ഓക്കെ ഓക്കെ. ഇതിപ്പോ എടുത്തിട്ട് പോകുമ്പോ ഇതെല്ലാം എടുത്തതിന് ശേഷം വന്നെടുക്കുവോ? മഴ പെയ്താൽ എന്ത് ചെയ്യും? വരാതെ ഒരു നമ്പിക്കയില്ലേ മഴ പെയ്യൂലെന്നാണ് പറയുന്നത്. എന്തായാലും ഞാന് നമ്മുടെ അരി ആഹാരം കഴിക്കുന്നതില്ലേ, അപ്പം ഞാനും ഒന്ന് കച്ച ഈ നെല്ല് അറുത്തില്ലെങ്കിൽ പിന്നെ എന്തുവാ അല്ലേ, ഇവിടം വരെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. കൂടെ വന്നോളൂ. പന്നരവ. അപ്പൊ പിന്നെ ഞാനും അരി ആഹാരം കഴിക്കുന്ന ഒരാളാണ്. എന്തായാലും ഇവിടെ വന്നിട്ട് ഈ നെല്ല് കൊയ്തില്ലെങ്കിൽ എന്തുവാ അല്ലേ. അപ്പൊ ചേച്ചി, ഞാൻ അറുക്കുന്നത് ചെയ്ത് കറ്റ ഇതെന്തുവാ പറയും? അങ്ങനെയാണോ? അങ്ങനെയാ? ആണോ? കേട്ടോ. അപ്പൊ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ഇത്രയും കറ്റ അറുത്ത് കൊടുത്തിട്ടുണ്ട്. എന്ത് പറയാനാണ് ഇവിടുത്തെ കഷ്ടപ്പാട് കണ്ടോ. നമ്മൾ മുമ്പും നെൽകൃഷിയുടെ ഞാൻ വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, കർഷകരും ഞാനും എന്നുള്ള വീഡിയോ. ചേച്ചിമാരൊക്കെ ഈ വെയിലത്ത് പൊജി വെയിലത്ത് നിന്ന് കഷ്ടപ്പെടുകയാണ് കേട്ടോ. എന്തായാലും ഫുഡ് കഴിച്ചോ നിങ്ങള്? ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതെയോ? ഇത് ഇത്രയും കണ്ടിച്ചിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്കുള്ള പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ കറ്റ ഇവിടെ കൊണ്ടിട്ടിട്ട് പണ്ടത്തെ പോലെ ഇങ്ങനെ അടിയൊന്നും ഇല്ലെന്ന് വണ്ടി കയറ്റി. അപ്പൊ ആ ഒരു ഇതില് ഇത് ഉതിർന്നു പോകും കേട്ടോ. ആ ഉതിർന്നു പോകുന്ന അരിയൊക്കെ എടുത്തോണ്ട് പോയിട്ട് ബാക്കി വക്കോലാണ് അല്ലേ. ഇത് വക്കോലാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. കണ്ടോ വടം ഇതെന്തോ ഉണ്ടാക്കുന്നേ? പിരി. ഇത് കെട്ടതൊക്കാ? ശരി ശരി ശരി. ഹലോ ഫ്രണ്ട്സ്, സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്ഥലത്താണ് കേട്ടോ. വെറൈറ്റി കാഴ്ചകൾ. അതിലുപരി എനിക്ക് ഭയങ്കര പേടിയാവുന്നു കേട്ടോ. നല്ല ഒരു ഉൾക്കാട്ടിലാവുന്നേ. കുറേ ദൂരം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വന്യജീവികളെ പേടിച്ച് തന്നെ, മൃഗത്തെ പേടിച്ച് തന്നെയാണ് ഞാൻ വീഡിയോ അവിടെ നിന്ന് കവർ ചെയ്ത് വരാത്തത്. എന്തായാലും ഇതൊരു വെറൈറ്റി കാഴ്ചകളാണ്. നിങ്ങൾ ആരെങ്കിലും മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്, വീണ്ടും പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കേരള വനം വന്യജീവി വകുപ്പ് അച്ഛൻ കോവിൽ ഫോറസ്റ്റ് ഡിവിഷൻ എന്ന് കേട്ടോ. അപ്പൊ ഈ റൂട്ട് ബസ് ഉണ്ട് കേട്ടോ. അതെ, ബസ് പോകും പുനലൂര്. ബസ് ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ഇതേ ഇവിടെ ആനകളെ സൂക്ഷിക്കുക, ഹോൺ മുഴക്കരുത്, പ്രകോപിക്കരുത്, ആനകളുടെ സഞ്ചാരപഥത്ത് തടസ്സം സൃഷ്ടിക്കരുത് എന്നൊരു ബോർഡും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വഴി വരുമ്പോൾ ആരും ഹോൺ അടിക്കരുത് എന്നാണ് പറയുന്നത് കേട്ടോ. എസ് വളവാണ് എങ്കിൽ പോലും ഹോൺ അടിക്കരുതെന്നാണ് പറഞ്ഞാൽ ആനകൾ ഇറങ്ങി വരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏത് സ്ഥലം എന്താണ് എന്നുള്ളത് ബാക്കി വിശേഷം ഇനിയും കുറച്ച് ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അവിടെ പോയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. എൻ്റെ വിൻ വ്ളോഗിലൂടെ ഹൃദയത്തോടെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ക്ഷണിക്കുകയാണ്. ഇന്നത്തെ കാണാ കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. അപ്പോൾ കൂടെ വന്നോളൂ കേട്ടോ. അതെ, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇനി പോകേണ്ടത് ഒരു 2-3 കിലോമീറ്ററിലൂടെ ഇനി സഞ്ചരിക്കേണ്ടതുണ്ട് കേട്ടോ. നല്ല ഉൾക്കാടാണ് കേട്ടോ. അധികം ആരെയും കാണാനില്ല. 1-2 വാഹനങ്ങൾ ഞാൻ വരുന്ന വഴിയിൽ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഏതാണ്ട് എത്താറായിട്ടുണ്ടെന്ന് തോന്നുക കേട്ടോ, അറിയില്ല. എസ് വളവാണ് കേട്ടോ. അതേ കണ്ടോ, നല്ല. അതെ, അപ്പോൾ പിന്നെ നമുക്ക് ഇനിയും പോകേണ്ടത് കുറേ ദൂരമുണ്ട് കേട്ടോ. അപ്പം ഒരു ഫോറസ്റ്റ് ഏരിയയാണ്, എച്ചരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂക്ഷിച്ച് പോവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സൗണ്ട് ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ വാഹനത്തിൻ്റെ ഹോണ് പോലും ഈ എസ് വളവിൽ മുഴക്കരുത് എന്നാണ് പറഞ്ഞത്. കാരണം ആനകൾ ഇറങ്ങി വരാനുള്ള എല്ലാ ടെൻഡൻസിയും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ പോവുകയാണ്. സംസാരിക്കാൻ പോലും പേടിയാവും കേട്ടോ. അത്രയും ഉൾക്കാടാണ്. ആരെയും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. ആരുമില്ല കേട്ടോ. എൻ്റെ ഈ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഞാൻ നന്നായിട്ട് പേടിച്ച് തന്നെയാണ് ഇരിക്കുക. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം അത്രയും ഹെയർ പിൻ വളവാണ്. നമുക്ക് ഇതേ കണ്ടോ, ഈ ഉൾക്കാട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് ഞാൻ ഇവിടെ വരെ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇതുവരെ ഞാനൊരു ബസ് മാത്രമേ ആദ്യം കണ്ടിട്ടുള്ളൂ. അതിന് ശേഷം വരുന്ന വാഹനമാണ്.
സഞ്ചരിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു അരുവിയാണ് ഈ ഭാഗത്തായിട്ട്. ഉൾക്കാടാണ് കേട്ടോ. നല്ല ഇന്ന് വെയിലുള്ളത് കൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഉൾക്കാടായാൽ പോലും പേടിയില്ല. കാരണം നല്ല വെട്ടവും വെളിച്ചവും ഉണ്ടെന്നൊക്കെ പറയില്ല, അത് തന്നെയാണ് സംഭവം. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ കാഴ്ചകളാണെങ്കിൽ അതിമനോഹരം തന്നെയാണ്. ഇതേ കണ്ടോ, ഒരു നീർച്ചാല് കേട്ടോ. ഇവിടെ വരുമ്പോൾ ഇത് ഒരു അരുവിയാണ് കേട്ടോ. ഇത് എവിടെ നിന്ന് വരുന്ന വെള്ളമാണെന്ന് ഒന്നും അറിയില്ല. നല്ല രസമുണ്ട് കേട്ടോ. നമുക്കിതൊരു കാണാൻ കാഴ്ചയിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. നല്ല ഒരു വെള്ളം ചാട്ടമാണ്. ഇവിടെ നിന്ന് ഒരു മലയുടെ മുകളിൽ വരുന്ന വെള്ളമാണെന്ന് തോന്നുവാണ്. അതെ, ആ ഭാഗത്തോട്ടൊന്ന് കാണിച്ചെടുത്ത് ആ കല്ലിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം കണ്ടോ. എനിക്ക് തോന്നുന്നു ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുക. എന്തായാലും ചൂടായതുകൊണ്ട് ആനകളൊക്കെ ഇറങ്ങി വെള്ളം കുടിക്കാൻ വരാൻ സാധ്യതയുണ്ട്. അധിക നേരം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ വഴിയിലൊന്നും ആരുമില്ല കേട്ടോ. വഴിയിൽ നിൽക്കല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ. ഇനി കുറച്ച് ദൂരം പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കാണിച്ചിട്ട് നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് പോകാം. എന്നാൽ പിന്നെ കൂടെ വന്നോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പേടിക്കേണ്ടതൊന്നുമില്ല കേട്ടോ. എൻ്റെ ഗ്രാമമായ അമ്പൂരിയിൽ നിന്നും കള്ളിക്കാടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. കാണാനായിട്ട് വന്നതാണോ? സ്ഥലം കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ അല്പം ആശ്വാസമുണ്ട് കേട്ടോ. ചോദിച്ചപ്പോൾ ഇവിടെ ആനയും പുലിയും സിംഹവും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് പകൽ അത്ര പേടിക്കേണ്ടതില്ല. രാത്രിയേ ഉള്ളൂ അല്ലേ പേടിക്കാൻ? രാത്രിയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ എന്തായാലും അവരെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ്. ഇനി 3 കിലോമീറ്റർ ഇനി ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? 3 കിലോമീറ്റർ അല്ലേ? 3 കിലോമീറ്റർ. അപ്പം പിന്നെ ഞാൻ പ്രതീക്ഷിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. വാട്ടർഫാൾസ് കാണാനായിട്ടാണ്. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആദ്യമേ പറയാണ്ടിരുന്നത് കേട്ടോ. കുംഭാവുരുട്ടിയാണ് കേട്ടോ. ഒരു വെറൈറ്റി പേരും കൂടെയാണ്. നമ്മുടെ അച്ചൻകോവിൽ, അതായത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയാണ്. പക്ഷെ തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ടിക്കറ്റ് നിരക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയാണ് കേട്ടോ. അങ്ങനെ കുട്ടികളുടെ സെക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. 5 to 15 വയസ്സ് അങ്ങനെയൊക്കെ. ബസ് 200 രൂപ, മിനി ബസ് ആണെങ്കിൽ 150 രൂപ. അപ്പോൾ അങ്ങനത്തെ റേറ്റ്. എന്തായാലും ഞങ്ങൾ ബൈക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. 2 വീലറിന് 30 രൂപയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. 50 രൂപ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഇവിടെയല്ല കേട്ടോ, അപ്പുറത്താണ്. ഇന്ന് ആൾ കുറവല്ലേ? വളരെ കുറവ്. അതെയോ? അല്ലാതെ ആൾക്കാർ എപ്പോഴും ഉണ്ടല്ലേ ഇവിടെ? എന്നും കാണാനായിട്ടുണ്ടല്ലേ? ഇന്ന ദിവസമൊന്നും അങ്ങനെ ഇല്ലല്ലോ. എപ്പോഴും ഉണ്ട്. എപ്പോഴും ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് പോകേണ്ടത് ദേ കണ്ടോ, ആ തീ കത്തുന്നത് കണ്ടോ? ആ ഭാഗത്ത്, അതാണ് മെയിൻ ഗേറ്റ് കേട്ടോ. ആ ഭാഗത്ത് നമുക്ക് പോയി ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു 1/2 കിലോമീറ്റർ കൂടെ നടക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. വന്യജീവികളെല്ലാം ഉണ്ട് കേട്ടോ. ആനയും സിംഹവും പുലിയും ഒക്കെ ഉണ്ടല്ലേ, എല്ലാം ഉണ്ട്. അപ്പം സത്യം പറയാമെങ്കിൽ അവിടെ നിന്ന് വന്നപ്പോഴേ പേടിച്ചാണ് വന്നത് കേട്ടോ. അത്രയും നമുക്ക് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അത്രയും പേടി കാണോ. അപ്പൊ എനിക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാവർക്കും ആനയുടെ പിണ്ടം കിടക്കുക. കാണ്ടാമൃഗവും സിംഹവും പോയിട്ട് ബാക്കിയെല്ലാം ഉണ്ട്. പ്രദേശവാസിയാണോ? കണ്ടോ, ഒരു പ്രദേശവാസിയാണ്. അപ്പൊ പിന്നെ ആനപ്പിണ്ടം ഞങ്ങൾ വരുന്ന വഴിയിലെല്ലാം കണ്ടതുകൊണ്ട് നമ്മൾ ഇറങ്ങി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വീണ്ടും നിങ്ങളെല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി തന്നെ ക്ഷണിക്കുകയാണ്. വാട്ടർഫാൾസ് കാണാൻ നമുക്ക് ഒരുമിച്ച് പോകാം കേട്ടോ. എല്ലാവർക്കും ഒരു കുളി പാസ്സാക്കാന്നേ. കുറേ നാളായില്ലേ നമ്മളെല്ലാവരും കുളിച്ചിട്ട്. അപ്പം നമുക്ക് ഇതുവഴി വീണ്ടും പോകാം കേട്ടോ. കൂടെ വന്നോളൂ കേട്ടോ. അതെ, അപ്പോൾ പിന്നെ എനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എനിക്ക് ഒരബദ്ധമല്ല, എപ്പോഴും അബദ്ധം പറ്റുന്ന കൂട്ടത്താ. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. ഒന്നിൽ പിഴച്ചാൽ 3 എന്നൊക്കെ പറയില്ല, അതുപോലെ ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ എന്ത് ചെയ്തതെന്നറിയാമോ? ടിക്കറ്റ് നമ്മുടെ ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടല്ലോ. അപ്പോൾ ടിക്കറ്റ് ഇവിടെ നിന്ന് അങ്ങനെ എടുക്കാമെന്ന്. ഫോറസ്റ്റ് ഏരിയ, റേഞ്ച് കാണില്ല, ഒന്നും അങ്ങനെ ചിന്തിച്ചില്ല കേട്ടോ. ഇവിടെ വന്നപ്പം എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റി കാണാൻ പറ്റാണ്ട് തിരിച്ചു പോയി. കാരണം ഇവിടെ വന്നിട്ട് 6 കിലോമീറ്റർ ATM-ൽ ക്യാഷ് എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും 6 കിലോമീറ്റർ സഞ്ചരിക്കണം. ഒന്നാമത് ആന പേടിയാണല്ലേ. അങ്ങനെ ഞാൻ നിന്നപ്പോഴെന്തെന്നറിയാം, അതേ എന്തായാലും എൻ്റെ കഷ്ടകാലം അവിടെ നിന്ന് ആരംഭിച്ചെന്ന് തുടങ്ങി. കാരണം ഇത്രയും ദൂരം ഞങ്ങൾ സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ട് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ വളരെ സങ്കടം തോന്നും കേട്ടോ. അപ്പം കൊല്ലം ജില്ലയിൽ ഞാനൊരു ചേട്ടനെ കണ്ടിട്ടുണ്ട്. ചേട്ടൻ കൊല്ലമാണോന്നൊന്നും അറിയില്ല. മലയാളിയാണോ ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു മലയാളിയാണ്. ഞാൻ പറഞ്ഞു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കൊല്ലം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൊല്ലത്തെ ചേട്ടനെ അനിൽ ചേട്ടനാണ് കേട്ടോ. ഇപ്പം ഞാൻ ഓർക്കുകയാണ്. ചേട്ടൻ എനിക്ക് വേണ്ടുന്ന പൈസ തന്നിട്ടുണ്ട് കേട്ടോ. അവിടെ അടയ്ക്കാനുള്ള പൈസ എനിക്ക് വേണ്ടുന്നത് തന്നിട്ടുണ്ട്. വളരെ നന്ദി. ഞാനിപ്പോൾ വീഡിയോ വീണ്ടും ഓർക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കും പറ്റാതിരിക്കട്ടെ. വീണ്ടും നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോകേണ്ടതുണ്ട് കേട്ടോ. ഇത് ഒരുപാട് പേര് കുളിക്കാൻ വരുന്നത് കേട്ടോ. അപ്പം ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. കുളിക്കാൻ മാട്ടാ? അതെ,
ചൂടുവെള്ളത്തിലെ കുളിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ വെള്ളത്തിൽ ഇയാളൊക്കെ റൂമിൽ തന്നെ കുളിക്കാൻ ആരെങ്കിലും കുളിക്കാൻ പറ്റത്തില്ല. എന്തായാലും അവരാരും വിളിച്ചില്ലേ, നമ്മളിന്ന് കുളിക്കുമല്ലേ. അപ്പം വീണ്ടും ക്ഷണിക്കുകയാണ്. നമ്പർ പറഞ്ഞു കൊടുക്കണോടാ വണ്ടിക്ക്. 3087 അതെ. അപ്പോൾ പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഓടിപ്പോകാം കേട്ടോ അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. വീണ്ടും ക്ഷണിക്കുകയാണെ കൂടെ വന്നോളൂ. പോകുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് കേട്ടോ. ആ വാക്ക് ഒരു അർത്ഥവത്തായ ഒരു വാക്കാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു എന്ത് പറയാനാണ്, കണ്ടപ്പോൾ അത് വായിക്കാണ്ട് പോകാൻ എനിക്ക് തോന്നിയില്ല. അതേ കണ്ടോ, വരും കാലങ്ങളിൽ മനുഷ്യർ യുദ്ധം ചെയ്യുന്നത് ശുദ്ധജലത്തിന് വേണ്ടിയാണ് കേട്ടോ. നല്ലൊരു ഇതായിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. പ്രകൃതിയുടെ വരദാനമാണ് വനങ്ങൾ. വനങ്ങൾ പ്രാണവായുവിൻ്റെയും ദാഹജലത്തിൻ്റെയും ഉറവിടമാണ്. വനനശീകരണത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് പ്രാണവായുവും ദാഹജലവുമാണ്. വരും തലമുറയുടെ നിലനിൽപ്പിനായി വനങ്ങളെ സംരക്ഷിക്കുന്നു. നല്ലൊരു വാക്കാണ് അല്ലേ അച്ഛൻ കോവിൽ വനം ഡിവിഷൻ. നല്ലൊരു വാക്ക്, അടിപൊളിയായിട്ടുള്ള ഒരു വാക്കല്ലേ, അർത്ഥവത്തായ വാക്ക്. നമുക്ക് ഇനി താമസിക്കണ്ട കേട്ടോ. അപ്പം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഹാപ്പി ആയിട്ടുണ്ട്. കുളിക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പൊ പിന്നെ ഇന്നത്തെ കാലാവസ്ഥ അനുകൂലമാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഓർത്ത് ഇന്നിവിടെ മഴ പെയ്യുമായിരിക്കും, അത്രയും ഇരുൾച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വെയിലുണ്ട്. വീണ്ടും നമുക്ക് കുളിക്കണമെങ്കിൽ 1/2 കിലോമീറ്റർ നടക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പം കൂടെ പോകുന്നോളൂ. ഇതുവഴിയാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ഗൂഗിൾ പേ വിശ്വസിച്ച് നമ്മൾ ഒരിക്കലും വരരുത്. ഒരിടത്തും ഞാൻ പറയുന്നത് എപ്പോഴും കാശ് കയ്യിലെടുത്ത് വെച്ചിരിക്കുക. കാരണം അത്രയും റിസ്ക് ആണ്. നെറ്റ് ഇല്ല കേട്ടോ ഒരിടത്തും. ഫോറസ്റ്റ് ഏരിയകളിൽ നെറ്റ് വളരെ കുറവാണ്. ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് വളരെ കൗതുകം തോന്നുകയാണ് കേട്ടോ. നല്ല എക്സൈറ്റ്മെൻറ്റ് തോന്നുകയാണ്. കണ്ടോ. അതെ. അപ്പോൾ പിന്നെ എൻ്റെ നാടായ അമ്പൂരിൽ നിന്നാണെങ്കിൽ ഇവിടെ വരാനായിട്ട് 154 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഈ കുമ്പാരുട്ടി വെള്ളച്ചാട്ടം കാണാനായിട്ട് നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരികയാണെങ്കിൽ 118 കിലോമീറ്ററും ഉണ്ട്. ചെങ്കോട്ട അച്ചൻകോവിൽ പാതയിൽ നിന്ന് 4 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ ഉൾക്കാട്ടിലൂടെ കുമ്പാരുട്ടി വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പോകേണ്ടത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ്, ഒരുപാട് ആൾക്കാർ ഈ ഉൾവനത്തിനകത്തുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ അത്രത്തോളം പേടിക്കേണ്ടതില്ല. അത് ഒരുപക്ഷെ നമ്മൾ വരുന്ന വഴിയിലാണ് നല്ലതുപോലെ ഒറ്റപ്പെട്ട നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് പേടി തോന്നും കേട്ടോ. അതൊരു സ്വാഭാവികമാണല്ലേ. അപ്പോൾ അച്ചൻകോവിൽ ആറിൻ്റെ കൈവഴിയിലൂടെ പുലിക്കവല കനാൽ എന്ന പ്രദേശത്തിലൂടെയാണ് ഈ നദി ഒഴുകിയെത്തുന്നത് കേട്ടോ. ഈ അരുവി സംഗമിക്കുന്നത് കുമ്പാരുട്ടി വെള്ളച്ചാട്ടത്തിലാണ് അവസാനം വന്ന് എത്തിപ്പെടുന്നതെന്നാണ് പറയുന്നത്. കാൽനടയായി 4 കിലോമീറ്റർ താണ്ടിയാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടം നടന്നു വരികയാണെങ്കിൽ അങ്ങനെയും വരാം കേട്ടോ. നമ്മളിപ്പോൾ വണ്ടികളിലാണ് വന്നതെങ്കിലും ഈ ഉള്ളിലോട്ട് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ വീണ്ടും മെയിൻ ഗേറ്റിൽ നിന്ന് 100 മീറ്റർ കൂടെ നമുക്ക് ഉള്ളിലോട്ട് പോകേണ്ടതുണ്ട്. എന്തായാലും ഒരു വെറൈറ്റി കാഴ്ചകൾ തന്നെയായിരിക്കും അല്ലേ. ഞാനിതാ ഒത്തിരി ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവരൊപ്പം നടന്ന് നീങ്ങുകയാണ് കേട്ടോ. അപ്പോൾ 250 അടി ഉയരത്തിൽ നിന്നും ശക്തമായി എത്തുന്ന വെള്ളച്ചാട്ടത്തിന് കീഴിൽ കുളിച്ച് എന്ത് പറയാനാണ് നിരവധി അടഞ്ഞ് സ്ത്രീകളടക്കം 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിപ്പെടുന്നതെന്നാണ് പറയുന്നത്. അത് തന്നെ ഈ കുമ്പാരുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടാണ് കേട്ടോ. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം നല്ല തണുപ്പും എന്ത് പറയാനാണ് പ്രകൃതിദത്തമായ ശുദ്ധമായ ജലമല്ലേ. അപ്പം എല്ലാവരും അത് തന്നെ ആഗ്രഹിച്ച് മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ പിന്നെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രത്യേകതയുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ കുമ്പാരുട്ടി വെള്ളച്ചാട്ടം. വനപ്രദേശങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന ഈ വെള്ളത്തിനൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. നമുക്കിവിടെ നിന്ന് നോക്കുമ്പം അതിൻ്റെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആസ്വാദനം കേട്ടോ. എന്നാലും എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ, ഉൾക്കാട്ടിൽ ഒത്തിരി ആളുകളും കൂടെ ഉണ്ടപ്പം എനിക്ക് പിന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്തായാലും കൂടുതലും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണ് ആൾക്കാർ കൂടുതലും എത്തിപ്പെടുന്നത്. കുറച്ചുകൂടെ നടക്കേണ്ടതുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് ഒറ്റ സ്ത്രീകളെ കണ്ടില്ലെന്നേ. ഇനി ഉള്ളിലോട്ട് ആരെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ നടന്നതാ മുന്നിലോട്ട് നീങ്ങുകയാണ്. അപ്പം പിന്നെ കുറേ സ്റ്റെപ്പുകളാണ് കേട്ടോ. കുറേ ദൂരം
നടന്ന് വന്നപ്പോൾ അടുത്ത സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പുകളും കഴിഞ്ഞ് ഉള്ളിലോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ ഈ ഇത്രയും ദൂരം വന്നിട്ട് ഒരു ലേഡീസിനെ പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാം ജെൻസാണ്. അപ്പം ഇതിനകത്ത് ഇനി കുളിക്കുന്ന കടവിൽ ലേഡീസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. അപ്പം പിന്നെ എങ്ങനെ കുംഭാവുരുത്തി വാട്ടർഫാൾസ് കാണാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പം വീണ്ടും ക്ഷണിക്കുക. നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം കേട്ടോ അങ്ങോട്ട്. അതെ, അപ്പോൾ പിന്നെ എന്ത് പറയാനാണ്, നമ്മുടെ കൊല്ലം ജില്ലയാണ് കേട്ടോ. നമ്മുടെ കൊല്ലം ജില്ലയും ഈ തമിഴ്നാടിൻ്റെ ബോർഡറുമായിട്ടാണ് ഈ കുംഭാരുറ്റി വെള്ളച്ചാട്ടം കേട്ടോ. അത് മാത്രമല്ല മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളം അവിടെ നമ്മൾ നേരത്തെ ഒരു ആറ് കണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു വെറൈറ്റി കാഴ്ചയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത്. കണ്ടോ ഈ മരത്തിന്റെ വലിപ്പം ഒന്ന് നോക്കിക്കേ. സത്യം പറയാമെങ്കിൽ ഈ മരം കണ്ടപ്പോഴേ എനിക്കൊരാഗ്രഹം കേട്ടോ, ഇത് വിൽക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ കഷ്ടകാലവും മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വലിപ്പത്തിലുള്ള ഒരു മരമാണ്. ഈ മരത്തിൻ്റെ പേരെനിക്കറിയില്ല. എന്തായാലും കണ്ടോ, ഇതിൻ്റെ വേരൊക്കെ കണ്ടോ. വീഡിയോയിൽ എത്രത്തോളം പതിയൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. മരത്തിന് അമ്മേ അടിപൊളി മരം തന്നെയാണ് കേട്ടോ. അപ്പൊ പിന്നെ കുറേ ദൂരം സഞ്ചരിച്ച് 100 മീറ്റർ കേട്ടോ. സോറി, കിലോമീറ്റർ അല്ല, 100 മീറ്റർ. അപ്പൊ സഞ്ചരിച്ച് ഇതാ ഇവിടം വരെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവര് ഏത് നാട്ടുകാരെ? എനിക്ക് കേരള തമിഴ്നാട്. എന്താ ഊര്? തെങ്കാശി. അപ്പം തെങ്കാശിയിലുള്ള 2 ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടെ പോകാൻ. ഇങ്ങോട്ട് വഴി അറിയാമോ? தெரியுமா? വഴി தெரியுமா? അപ്പം മുന്നാടി പോങ്ക. முன்னாடி போறேன் பின்னாடி அப்படி வர தமிழ் பாட்டு இருக்கா? இருக்கா? அப்படியா? அப்ப நாங்க முன்னால போறோம், நீங்க பின்னால வாங்க. அப்படிதானா? എന്തായാലും ഇത് വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അതെ, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ, അത് മറക്കണ്ടേ. മഴ സമയത്ത് ഇങ്ങോട്ട് അലോഡല്ല. കാരണം അത്രയും അപകടം നിറഞ്ഞ ഒരു പാറ തന്നെയാണ് നമ്മൾ ഇനി സന്ദർശിക്കാൻ പോകുന്നത്. നല്ല വഴുവഴുപ്പുള്ള ഒരു പാറയാണ് കേട്ടോ. അതുകൊണ്ട് മഴ സമയത്ത് ഇവിടെ ആർക്കും അലോഡല്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ക്യാമറ നിരീക്ഷണത്തിലാണ് കേട്ടോ. ക്യാമറയൊക്കെ ഇവിടെ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുംഭാരുറ്റി വാട്ടർഫാൾസ് വെറൈറ്റി പേരുമാണ് അല്ലേ. എങ്ങനെ നിങ്ങൾക്കിഷ്ടം ഒരിക്കലെങ്കിലും വന്നു പോകുക കേട്ടോ. എന്തായാലും ഇതേ കാലാവസ്ഥ ഇന്ന് ഞാൻ വീണ്ടും പറഞ്ഞു പോകുകയാണ്. നല്ല അടിപൊളിയാണ്, നല്ല വെയിലും ഒക്കെയുണ്ട് കേട്ടോ. നല്ല പൊളി വൈബായിട്ടിരിക്കുകയാണ്. ഞാൻ ഇതുവഴി എന്തായാലും മുന്നോട്ട് പോവുകയാണ് കേട്ടോ. കൂടെ വന്നോളൂ. ഞാനിതാ കുളിക്കാൻ പോവുകയാണ് കേട്ടോ. ലേഡീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വെള്ളത്തിൽ ചാടുവേ. വെള്ളം കണ്ട പിന്നെ എനിക്ക് എന്താണ് ശാന്താണ്. ഞാൻ മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോഴും നമ്മുടെ തൊട്ടടുത്ത് 2 ഗൈഡൻസ്മാർ നിൽക്കുകയാണ്. കാരണം ഇത് നല്ല വഴുവഴുപ്പുള്ള ഒരു സ്ഥലവും കൂടെയാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു പോവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലിപ്പോൾ ഞാൻ ആദ്യം നോക്കിയപ്പോൾ 1-2 ആൾക്കാരെ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. എന്തായാലും മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ്. ലേഡീസ് ആരെങ്കിലും ഉണ്ടോ? അതേ കണ്ടോ, ഇവിടുത്തെ ഈ ഭംഗി ഒന്ന് നോക്കിക്കേ. വെറൈറ്റി കാഴ്ച. സത്യം പറയാമെങ്കിൽ നമുക്ക് എന്ത് പറയാനാണ്, നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റും. എപ്പോഴെങ്കിലും വരാൻ പറ്റുകയാണെങ്കിൽ വരിക കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്, വരിക. അപ്പൊ പിന്നെ വാട്ടർഫാൾസിന്റെ അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ. വെറൈറ്റി ഒരു വൈബാണ്. നോക്കിക്കോന്ന് ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഒന്ന് നോക്കിക്കോ. നല്ല തണുത്ത ജലാംശമാണ് കേട്ടോ. അത് മാത്രമല്ല ഇത് കണ്ടോ, കുംഭാവുരുട്ടി എന്നുള്ളൊരു പേര് തന്നെ വെറൈറ്റിയാണ്. ഇതിന്റെ പേര് എനിക്ക് തോന്നുന്നു ഈ ആകൃതി കണ്ടിട്ടായിരിക്കും അല്ലേ. ഇതിന് വേറെ കഥകളുണ്ടോ എന്ന് ഒന്നും എനിക്കറിയില്ല. ഈ പാറയുടെ ആകൃതി ഒന്ന് നോക്കിയേ കേട്ടോ. എന്തായാലും ലേഡീസൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ പോവുക കേട്ടോ. നല്ല ചൂട്, നല്ല വെയിൽ, നല്ല ചൂടുമാണ്. ഒന്ന് ശരീരം തണുത്തോട്ട് ഞാനെന്നാൽ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് പോവുകയാണ്. കുളിക്കാൻ വരുന്നവർ കുളിച്ചാൽ കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കുന്നില്ല, ലേഡീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ കുളിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ വെള്ളത്തിലൊന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ കൂടെ വന്നോളൂ കേട്ടോ. അതെ, അപ്പോൾ പിന്നെ മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു പോവുകയാണ് കേട്ടോ. എന്താണെന്നറിയാവോ, നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നല്ല വഴുവഴുപ്പുള്ള പാറയാണ്. അപ്പം തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഒരാളുടെ സഹായത്തോടു കൂടെ ഞാൻ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. കൂടുതലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു പോവുകയാണ്. കൂടുതലും തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് ഇവിടെ കുളിക്കാൻ വരുന്നത് കേട്ടോ. വെള്ളത്തിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. ഒത്തിരി മീനും ഉണ്ട്. അപ്പൊ പിന്നെ എന്താ
മലയുടെ മുകളിൽ നിന്ന് വരുന്ന ശുദ്ധമായ വെള്ളം കുളിക്കാൻ, ഈ വെള്ളത്തിൽ കുളിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പുറത്തുനിന്ന് നമ്മുടെ മലയാളികളായാലും തമിഴ്നാട്ടിലായിരുന്നാലും ഒരുപാട് ആൾക്കാർ വെള്ളം കുളിക്കാനായിട്ട് വരുന്നുണ്ട്. അധികം താഴ്ചയില്ല കേട്ടോ, ഈ വട്ടത്തിലിരിക്കുന്നേ ഉള്ളൂ, അധികം താഴ്ചയില്ല. പിന്നൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അതും എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മുടെ ഈ തമിഴ്നാട്ടുകാരുടെ ഒരു വിശ്വാസമുണ്ട്. എന്താണെന്ന് പറയാമോ, ഈ മലയുടെ മുകളിൽ നിന്ന് പ്രകൃതിദത്തമായ വെള്ളമാണ്, അതായത് പച്ചിലകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന ഈ വെള്ളം കുളിച്ചാൽ തീരാവ്യാധികൾ വരെ മാറുമെന്നാണ് പറയുന്നത്. അത് അവരുടെ വിശ്വാസങ്ങളാണ്, ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ, അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. എന്തായാലും ഞാനിതാ ഇവിടെ ഇരുന്ന് കുളിസീന് കാണുകയാണേ. നിങ്ങൾക്ക് മാത്രം കണ്ടാൽ മതിയോ, എനിക്ക് ലൈവായിട്ട് ഞാനിതാ ചേട്ടന്മാരെ കുളിസീൻ, ചേട്ടന്മാരെ അനിയന്മാരും ഒക്കെ കുളിക്കുന്നത് കണ്ടങ്ങനെ ആസ്വദിച്ചിരിക്കണം. കാരണം എനിക്ക് ഇറങ്ങണമെന്നുണ്ട്, ലേഡീസ് ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത് കേട്ടോ. നിരാശയോടുകൂടെ തന്നെയാണ് ഞാൻ തിരിച്ച് മടങ്ങുന്നത്. അപ്പം ഇനി അടുത്ത് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കുളിക്കാന്നേ. എന്തായാലും നല്ല വെറൈറ്റി കാഴ്ച. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ കമൻസും എന്നോട് പറയുക. ഇതേ ഈ പടി സ്റ്റെപ്പുകൾ കണ്ടോ, പഴയ കാലത്തെ പടികളാണ്. എന്തായാലും ഗൈഡൻസൊക്കെ അത് അവിടെ നിൽപ്പുണ്ട്. ഒത്തിരി ആൾക്കാർ ഇതാ കുളിച്ച് തുണി മാറുന്നുണ്ട്. ഒരുപാട് പേര് എനിക്കിവിടെ വന്നപ്പോൾ പരിചയപ്പെടാനും സാധിച്ചു. അവരെയൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. എല്ലാവരും നല്ല സ്നേഹനിധിയായ ആൾക്കാർ തന്നെയാണ്. എന്നോട് ഒരുപാട് സ്നേഹമായിരുന്നു. അവരെ ഞാൻ വീണ്ടും ഓർത്തു പോവുകയാണ് കേട്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഒരുപാട് ആൾക്കാർ വീണ്ടും വരുന്നുണ്ട് കേട്ടോ ഈ വാട്ടർഫാൾസ് കാണാനായിട്ട്. അപ്പം പിന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലെ കുമ്പാരത്തി വാട്ടർഫാൾസ് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായി? അടിപൊളിയാണ് കേട്ടോ, വല്ലാത്ത ഒരു വൈബാണ്. ഒരിക്കലെങ്കിലും വന്നു പോകുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കിഷ്ടമായി കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലേഡീസ് ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുളിക്കാത്തത്. എന്തായാലും ഇന്നും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടല്ലേ. അപ്പം പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി എത്താട്ടോ. ബൈ ബൈ. ഞാൻ പോവുകയാണ് അമ്പൂരിലോട്ട്. വരുന്നുണ്ടോ? അങ്ങനെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് ഇതാ ഇറങ്ങുന്ന സമയത്താണ് ലേഡീസൊക്കെ കുളിക്കാനായിട്ട് കണ്ടോ, അവരെല്ലാവരും വരുന്നുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി സ്ഥലമാണ്, വീണ്ടും പറഞ്ഞു പോവുകയാണ്. എന്നാൽ ഞാനിന്ന് ഇനി കുളിക്കുന്നില്ല കേട്ടോ. ഒത്തിരി ആൾക്കാരെ, എല്ലാം ജെൻസാണ് കൂടുതലുള്ളത്. ഇവിടെ മയിലുകളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന ചേട്ടൻ ആ മയിലിന് എന്തോ ഫുഡ് കൊടുക്കുന്നത്. പിന്നെയും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു പോവുകയാണ്, മറക്കാണ്ടിരിക്കുക. അതായത് നമുക്ക് വേറെ ഒരു സിമ്മിനും അവിടെ റേഞ്ചില്ല കേട്ടോ. BSNL അല്ലാതെ വേറെ ഒരു സിമ്മിനും റേഞ്ചില്ല. അതും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണേ. അതെ, അപ്പോൾ പിന്നെ ടോയ്ലറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കുംഭവരുട്ടിയിൽ. നല്ല അടിപൊളി വൈബാണ്. അതുമാത്രമല്ല, നമുക്ക് ഇനിയിപ്പോൾ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ എല്ലാ ടോയ്ലറ്റ് സജ്ജീകരണങ്ങളും ജെൻസിനായാലും ലേഡീസിനായാലും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് കണ്ടോ, ഇത് അംഗവൈകല്യം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവർക്കുള്ള സജ്ജീകരണങ്ങളായിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്. പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ പിന്നെ ഒരു നഷ്ടവുമില്ല അല്ലേ. വീണ്ടും പറഞ്ഞു പോവുകയാണ്, വരിക കേട്ടോ. പറ്റുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും വന്നു പോകുക കേട്ടോ. അപ്പോൾ ഞാനിതാ വിട വാങ്ങുകയാണ്.